പക്ഷെ അഖിൽമാരാര് ചെയ്യുന്നത് അഖിൽമാരാരുടെ ആ ഒരു ക്രൂക്കഡ് ബുദ്ധിയാണ് അഖിൽമാരാര് കപ്പെടുത്ത് വെള്ളത്തിലുണ്ടെങ്കിൽ പുള്ളി ഇപ്പോഴാടണ്ട പുള്ളി. നെറുകേടുകൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് അതിനൊരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് ഓരോരുത്തരും വെറുതെ പറയാണ് ഇങ്ങനെ പ്രശ്നമൊന്നും ഈ കിട്ടാത്ത മന്ത്രി വിളിക്കുന്നു പറഞ്ഞ പോലെ. കേട്ട പാതി കേൾക്കാത്ത പാതി കാള വെച്ചൊന്നും പറയുമ്പോഴേക്കും കയറെടുക്കുന്ന ടൈപ്പില് രാജാവായിട്ട് സ്വയം പ്രഖ്യാപിത രാജാവും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര പേടിയില്ലാത്ത ഒരാളാണെങ്കിൽ തസ്നിയെ ഒന്ന് ഞാൻ വിളിക്കാം. തസ്നി ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആണല്ലേ? തസ്നി ഒരു പോസ്റ്റ്. അപ്പൊ തസ്നി പോസ്റ്റ് ഇട്ടപ്പോഴും തസ്നിക്കെതിരെ അതിനകത്ത് വരുന്നത് ഇട്ടാലും പറയുന്ന ആളുകൾ ഇങ്ങനെയാണ്. എത്ര സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ആലോചിച്ചു. നമ്മളൊക്കെ എത്ര ചെറുപ്പം മുതൽ അവരെ കാണുന്നത്. അവരൊക്കെ ഇങ്ങനത്തെ ഒരു ആരോപണത്തിന്റെ മുൾമുനെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് എത്ര മോശം കാര്യമാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥ കടന്നു വന്ന് പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. നമ്മളെ പ്രശ്നം ഇതാണ് കേട്ടോ. ബേസിക്കലി അത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അനുഭവിച്ചവർ വരട്ടെ എന്ന് പറയട്ടെ. അവര് കൾപ്രിറ്റ്സ് എന്തായാലും പുറത്തു വരണം. അത് പറയണം. അത് പറയാൻ തയ്യാറാവുന്നതാണ് നോക്കുന്നത്. അതായത് തസ്നി നമുക്ക് വിളിക്കാം. തസ്നി ഇപ്പം ഷൂട്ടിലായിരിക്കാനാണ് സാധ്യത. ഷൂട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഷൂട്ടിലാണ്. നമുക്ക് ഈ സീസണിൽ എന്ന് വെച്ചാൽ അഖിൽമാരാരുണ്ടായിരുന്ന സീസണിൽ മത്സരിച്ചവരുണ്ടല്ലോ. അഖിൽമാരാർ ആ സീസണിൽ പെട്ടവരെല്ലാം സേഫാന്നാണ് പറഞ്ഞത്. അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ അവർ പല ആളുകളും ലൈവിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അഖിൽമാരാർ പറയുന്നത് ശരിയല്ല, അഖിൽമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള റനീഷയെ നമുക്കൊന്ന് വിളിക്കാം. റനീഷയെ ഞാൻ വിളിച്ചത് പരിചയമില്ല എനിക്ക്. ഞാൻ റനീഷയെ വിളിച്ചിരുന്നു. റനീഷ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റനീഷ നമുക്കൊന്ന് വിളിക്കാം. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അല്ല, ഇത് ചർച്ച മാത്രമല്ല. ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. പുള്ളിയുടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഹൈ ആയിരിക്കും. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ടൈപ്പ് കിക്കാണല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ആളുകൾ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സംഭവം. പക്ഷേ ഇത് താഴെ കമൻറ്റ് ചെയ്യുന്നവർ ഒരിക്കലും ഇതിനെ നല്ല രീതിയിൽ ഈ കമൻറ്റ് ചെയ്യുന്ന വെട്ടുകളി കൂട്ടങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും അവരുടെ ഉദ്ദേശം വേറെയാണ്. ഏത് നമുക്കറിയാലോ, ഇത് എറിഞ്ഞു കൊടുക്കലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. ചീന്താൻ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അല്ലെ, നമ്മൾ എന്തുകൊണ്ടാണ് അതിജീവിത എന്ന പേര് ഉപയോഗിക്കുന്നത്? എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിനെ പുറത്ത് പറയാൻ നമ്മൾ നിയമം തന്നെ അനുവദിക്കാത്ത? എന്താണ്, സമൂഹത്തിന് മുന്നിൽ അവരെ പിച്ച് ചീന്താൻ ഇട്ട് കൊടുക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. ആ പണിയാണ് പുള്ളി എടുത്തിരിക്കുന്നത് ശരിക്കും. അല്ല, അവിടെയാണല്ലോ. അവിടെ ഇപ്പം രഘു പറയുമ്പോൾ അഖിൽമാരാ പറഞ്ഞ ഈ ഇരയുടെ പേര് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വേണ്ട, പ്രതിയുടെ പേര് പറയാലോ. അവിടെയാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഒരു മിനിറ്റ്, ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏത് മാധ്യമങ്ങളാണ് പ്രതിയുടെ പേര് റിപ്പോർട്ട് ചെയ്യാത്തത്? എന്റെ ചോദ്യം സിമ്പിളാണ്. അല്ലെ, പ്രതിയുടെ പേര് റിപ്പോർട്ട് ചെയ്യും. ഹൈദർബായുടെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്ത ആളല്ലേ താങ്കൾ? പറയുമല്ലോ റിപ്പോർട്ടർ അല്ല പ്രതിയുടെ പേര്. അത്രേ ഉള്ളൂ, അവിടെ അതേ ആവശ്യമുള്ളൂ. ഇത് ഇപ്പം റനീഷയും മിസ്സിയാണ്. റനീഷയോട് ഞാൻ സംസാരിച്ചിരുന്നു. റനീഷ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്തായാലും റനീഷ നമ്മൾ ഇതിനൊന്ന് ഈ സമയത്ത് നമ്മൾ വിളിക്കുന്നുള്ള കാര്യത്തിൽ സാധ്യതയില്ല. അതേ സീസണിൽ മത്സരിച്ച മനീഷയുണ്ട്. മനീഷ നമുക്ക് വിളിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ആ സീസണിലെ ആളുകൾക്ക് എന്താ പറയാനുള്ളത് നോക്കണമല്ലോ. അവരൊക്കെ സേഫ് ആണെന്നാണ് അഖിൽമാരാര് പറഞ്ഞത്. അതെ അതെ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാര് സ്വാഭാവികമായിട്ട് ഇതിനൊരു പ്രതികരണമൊക്കെ അദ്ദേഹം എനിക്കെതിരെ നല്ല ഇത്തരം വാദങ്ങൾക്കെതിരെ അദ്ദേഹം നടത്താൻ സാധ്യതയുള്ളത് നിങ്ങളൊന്നും സ്ത്രീപക്ഷം അല്ലേ എന്ന് ചോദിക്കും. സ്ത്രീപക്ഷം ആയതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് മറ്റേ വിടുന്ന റോക്കറ്റ് നേരെ ശൂന്യാകാശത്തേക്ക് വിടാതെ കറക്റ്റ് സ്ഥലത്തേക്ക് വിടാൻ. ചൊവ്വയിലേക്ക് ലാൻഡ് ചെയ്യേണ്ട സാധനം അപ്പുറം പോയിട്ട് ശനിയിൽ ലാൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ സിമ്പിൾ മറുപടി. ഹലോ മനീഷ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. അപ്പം എന്തായാലും വലിയ ചർച്ചകളാണ് ഇപ്പോൾ കേരള ഒട്ടാകെ. ബിഗ് ബോസിന്റെ ഉള്ളിലെ ചർച്ചയല്ല, പുറത്തെ ചർച്ചയാണ് നടക്കുന്നത് മനീഷ. അതെ, പുറത്തെ ചൂടിനേക്കാൾ വലിയ ചൂടാണ് ഇപ്പൊ ചർച്ചകൾ നടക്കുന്നത്. നിലവിൽ അഖിൽമാരാണ് അതിനൊരു തീ കൊളുത്തിയിട്ട് പോയിരിക്കുന്നത്. സീസൺ 5 ഉണ്ടായിരുന്നവരെല്ലാവരും സേഫാണ്, സ്ത്രീകൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് സീസണിലുള്ള സ്ത്രീകളുടെ എതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും. ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ തെളിവുകൾ സഹിതം വരേണ്ടതാണ്. ഇപ്പൊ എന്നോടൊപ്പം സീസൺ 2 രഘു നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട്. RJ രഘു, അദ്ദേഹം ഉണ്ട് ഇപ്പൊ എന്നോടൊപ്പം. പരിചയമില്ല, നേരിട്ട് രഘു എന്ന് പറയും. നമസ്കാരം. അദ്ദേഹം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ നേരിട്ടുണ്ട്. അപ്പം മനീഷ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. എന്താണ് ഈ അഖിൽമാരാര് പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അഖിൽമാരാർ ഇതിന്റെ തെളിവുകൾ നിരത്താൻ തയ്യാറാകേണ്ടതല്ലേ? ഇതില്
വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ലാത്തിടത്തോളം, അങ്ങനെ ഒരു അനുഭവം എനിക്കില്ലാത്തിടത്തോളം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പിന്നെ അഖില് പറഞ്ഞത്, അഖിലിനോട് പലരും പരാതി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അഖിൽ അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോ അതിന്റെ എല്ലാ ബാധ്യതയും അഖിലിന് മാത്രമാണുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചപ്പോ നമ്മൾ എന്ത് അലിഗേഷൻസ് ചെയ്യുമ്പോഴും അതില് ഇരയെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം അത് നിയമം അനുവദിക്കുന്നതല്ല. പക്ഷെ ഇരയെ പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ എന്താ പറയാ, വേട്ടക്കാരനെ പറയണമല്ലോ. വേട്ടക്കാരാരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടത് ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇരയെ പറഞ്ഞില്ലെങ്കിലും വേട്ടക്കാരെ തീർച്ചയായിട്ടും പറയാലോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് തീർച്ചയായിട്ടും അറിയേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഇത്രയും കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോ, അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു ഷോ. അപ്പോ അതിൽ നാളെ നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു വിടണം എന്നുണ്ടെങ്കിൽ ഇത്തരം അലിഗേഷൻസ് വരുമ്പോ നമ്മളും ഒന്ന് ഭയക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്ക് അറിയേണ്ടത് ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ പുറത്ത് പലരും നടത്തുന്ന സ്ഥിതിക്ക്. പിന്നെ ഈ പറഞ്ഞതുപോലെ പേഴ്സണലി എനിക്ക് അനുഭവത്തിലുള്ളത് മാത്രമല്ല എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ. ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ മറ്റവൾക്ക് അങ്ങനെ പറ്റിയല്ലോ എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല. അത് ആ ഇര തന്നെയാണ് വന്ന് പറയേണ്ടത് എനിക്ക് ഇന്ന അനുഭവം. അതാണ് അതിന്റെ ഒരു മാന്യത, അല്ലെ? അതെ. ഇവിടെ എന്തൊക്കെ നിയമങ്ങളുണ്ട്, എന്തൊക്കെ നിയമങ്ങളുണ്ട്. അഖിൽമാരാരല്ലോ അതിന്റെ ഒരു ഫൈനൽ. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. അല്ല, അഖിലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അഖിലിനെ സംബന്ധിച്ചെന്നല്ല, ആരെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം നമുക്കുള്ളൂ. നമ്മൾ ആരും കോടതിയൊന്നും അല്ലല്ലോ. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ആരും ഇല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഉള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. ഇപ്പൊ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും പ്രചാരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ജനങ്ങളിലേക്ക് അതെത്തി. അതല്ലാതെ സാധാരണ കുടുംബങ്ങളിൽ പോലും ഒരു അമ്മാവന്മാരോ അല്ലെങ്കിൽ ഒക്കെ കൊച്ചുകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ ഉന്മൂലനം ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ശബ്ദങ്ങൾ ഉയരട്ടെ. തീർച്ചയായിട്ടും അഖിലിന്റെ ശബ്ദം ഉയരട്ടെ. ആ ശബ്ദം ഉയർന്നത് നല്ലത് തന്നെയാണെന്നാണ് ഞാനും പറയുന്നത്. അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം അഖിൽ മാരാര് കാണിച്ചു. അതിന് എനിക്ക് എന്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മുടെ ഭാഷ, നമ്മുടെ ഭാഷ്യം ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതെ. പക്ഷെ ഇവിടെയും വല്ല വിഷയം അഖിൽമാരാര് ചങ്കൂറ്റത്തോട് പറയുമ്പോൾ എനിക്ക് എന്തിനും ധൈര്യമുണ്ടെന്ന് പറഞ്ഞ അഖിൽ എന്തുകൊണ്ട് ഈ വേട്ടക്കാരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് വ്യക്തമാക്കാനോ തയ്യാറാകാത്തതാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്. അതെ. അല്ല, അതിപ്പോ നമ്മളും ഡയറക്റ്റ് ചോദിച്ച കാര്യമാണ്. പിന്നെ അതിനുള്ള സമയമാവട്ടെ അല്ലെങ്കിൽ തെളിവ് നിരത്തേണ്ട ഒരു അവസരം വരട്ടെ എന്നാണ് അഖില് പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള ഒരു മുന്നൊരുക്കം ചിലപ്പോൾ നടക്കുന്നുണ്ടാവുമായിരിക്കാം. എന്തായാലും ഇതിന്റെ ഒരു നിജസ്ഥിതി ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും എന്താ പറയാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. അതെ. അതോടൊപ്പം തന്നെ അഖിൽമാരാര് ഉന്നയിച്ചങ്ങനെ ആരോപണം ഏഷ്യാനെറ്റ് ഇതുവരെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അന്ന് ഏഷ്യാനെറ്റ് പോലുള്ള ഇത്രയും വലിയൊരു സ്ഥാപനം അതിനെതിരെ നടപടിയായിട്ട് പോവുകയോ ചെയ്തിട്ടില്ല. അവിടെയാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കും ഒരു ആകുലത എന്ന് പറയുന്നത്. കാരണം ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ അത്തരം നെറുകേടുകൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് അതിനൊരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് നമുക്കും ഒരു എന്താ പറയാ വല്ലാത്തൊരു ആകുലത നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് ചിലപ്പോൾ പറ്റുമായിരിക്കില്ലായിരിക്കാം. പക്ഷെ എന്തായാലും അതിന്റെ പിന്നിൽ ഒരു അന്വേഷണമൊക്കെ നടക്കട്ടെ. തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ, ഇതിനൊരു അന്ത്യം ഉണ്ടാകട്ടെ, അല്ലെ? തീർച്ചയായിട്ടും ഒരു അന്ത്യം ഉണ്ടാവണമല്ലോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിരാമം ഇടാനുള്ള ഒരു സമയം എപ്പോഴായിരിക്കും ആയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും അതിനൊരു ശുഭപര്യവസാനം, ആർക്കും ഒരു കേടുപാടുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ശുഭപര്യവസാനം ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഈ സമയത്ത് പ്രതികരിച്ചതിൽ ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അന്നം തന്ന ഒരു വേദിയാണ്. എല്ലാ റെസ്പെക്റ്റോടു കൂടി തന്നെ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രമക്കേടോ ഒരു തെറ്റുപറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് ചെയ്ത ഒരു സംഗതിക്ക് നമുക്ക് ആ മൊത്തത്തിലുള്ള പ്രസ്ഥാനത്തെയും മൊത്തത്തിലുള്ള അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എത്രയോ ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്നതാണ്, എത്രയോ ആൾക്കാരെ കുടുംബത്തെ പോറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയാനുള്ള കൂലങ്കഷമായ ഒരു
ആകാംക്ഷ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതെന്തായാലും സംഭവിക്കട്ടെ. ബിഗ് ബോസ് ഷോ കാണുന്ന എല്ലാ മലയാളിക്കും ആഗ്രഹമുണ്ട്, ആരാണ് അത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അതിൽ നിന്ന് വന്ന ആളല്ല മനീഷ എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റാണ്. ഇതിന് മുന്നേ തന്നെ ബിഗ് ബോസിന് മുന്നേ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത്. പക്ഷെ എന്നാലും കോടാനുകോടി ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ എത്തിച്ചത് ബിഗ് ബോസ് ആണ്. അതിന്റെ ഒരു നന്ദി എന്നും എനിക്ക് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ക്രമക്കേടുകളും മാറ്റി നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതൊരു ചൊല്ലുണ്ടല്ലോ മനീഷ, വന്ന വഴി മറക്കരുതെന്ന്. തീർച്ചയായിട്ടും വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ എപ്പോഴും ഭൂമി തൊട്ട് തന്നെ, പ്രത്യേകിച്ച് കലാകാരന്മാര് ഭൂമി തൊട്ട് ജീവിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളപ്പോഴേ നമ്മളൊരു കലാകാരനും കലാകാരിയും ആകുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഒത്തിരി സന്തോഷം ഈ സമയത്ത് പ്രതികരിച്ചല്ലോ കേട്ടോ. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. കൃത്യമായിട്ടുള്ള ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മളിത് ഈ ലോകത്ത് എല്ലാ നമ്മൾ ചെറുതാണെന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരു വിസിൽ ബ്ലോവർ, അതായത് ഒരാൾ വന്നൊരു കാര്യം തുറന്നു പറയുമ്പോൾ അതിൻ്റെ അറ്റം കണ്ട അയാൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം കണ്ടേ പോകും. അത് സത്യമാണെന്നുള്ളത് ഉറപ്പാണ് ലോകത്തല്ല. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ബിഗ് ബോസിലെ ഈ ഒരു ആരോപണം മാത്രമല്ല, വലിയ വലിയ സ്കാമുകൾ. പക്ഷെ അങ്ങനെയുള്ള വിസിൽ ബ്ലോവേഴ്സ് പാലിക്കുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. ആ മെച്യൂരിറ്റിയാണ് പുള്ളിക്കില്ലാതെ പോയത്, അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഞാനതാ പറയുന്നത്, ഇപ്പോഴും അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇവരെല്ലാവരും പറയുന്നുണ്ട്. അവരുടെ സീസണിൽ ഉണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. മറ്റാർക്കെങ്കിലും എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല എന്നതാണ് സത്യാവസ്ഥ. ഈ ഏഷ്യാനെറ്റും ഈ പറഞ്ഞ എൻ്റെ മോൾ ഷൈൻ്റെ ക്രൂ, നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇന്ന് ജനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് കാണുന്ന എല്ലാവരും ബിഗ് ബോസിനെയും ക്രൂവിനെയും തള്ളി പറയാം. അവിടെ ഈ ഒരു സിനാരിയോയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഞാൻ സീസൺ 2 അനുഭവം എനിക്കറിയുള്ളൂ. നമ്മൾ പോകുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളോട് പെരുമാറുന്ന കണ്ട, അത് ഏഷ്യാൻ്റെ ആൾക്കാരായാലും നമ്മളെ അത്രയ്ക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നൊരു വിഭാഗത്തിനെയാണ് നമ്മൾ ഒരു കാര്യമില്ലാതെ, ചിലപ്പോൾ 1-2 പേര് ചെയ്തു എന്ന് പുള്ളി പറയുന്നു, ആ ആളുകൾക്ക് വേണ്ടി ഇവർ ഇത്ര ആളുകളെ പബ്ലിക്ക് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതല്ലേ നടത്തുന്നത്, നിങ്ങളവിടെ ഇതല്ലേ നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. എപ്പോഴും കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പണ്ട് അമേരിക്ക യൂസ് ചെയ്ത വേർഡാണ്, വിയറ്റ്നാമിലെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇറ്റ്സ് എ കൊളാട്രൽ ഡാമേജ്. നോ, ഇറ്റ്സ് നോട്ട് എ കൊളാട്രൽ ഡാമേജ്. ഇതൊരു കൊളാട്രൽ ഡാമേജ് ആയിട്ട് അഖിൽമാരാർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം ആളുകളുടെ പേര് പറയണമെന്ന് കമ്പലിയല്ല, അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ പുള്ളിയും കൂടി ഇതിലെ ഏറ്റവും വലിയ ആളാണ്. പുള്ളി അതിലെ ഈ സിബിൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്, ആര്യയുടെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്താണ്. സിബിൻ ഉള്ളിൽ കയറിയതും സിബിൻ അവിടെ ചെയ്ത പ്രവർത്തികളും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ആകെ കണ്ടത് സിബിൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സിബിൻ സംസാരിച്ച് മാത്രമാണ്. അത് വിലയിരുത്തി എനിക്ക് സിബിൻ്റെ പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അഖിൽമാരാർ ചെയ്യുന്നത്, അഖിൽമാരാരുടെ ആ ഒരു ക്രൂക്കഡ് ബുദ്ധിയാണ്. അഖിൽമാരാർ സിബിൻ്റെ ഇഷ്യൂ ആണ് പറയുന്നത് ആദ്യം, എന്നിട്ടാണ് അഖിൽമാരാർ ഈ ഇഷ്യൂലേക്ക് വരുന്നത്. നിങ്ങൾ ലൈവ് ശ്രദ്ധിച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഗംഭീരമായിട്ട് മത്സരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അകാരണമായിട്ട് പുറത്താക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിന് മറ്റൊരു വിവാദം സിബിനും പറയുന്നുണ്ട്. അതെ, ഈ വിവാദത്തിൽ സിബിന്റെ കൂടെയാണ് പബ്ലിക് സപ്പോർട്ട്. ഈ പബ്ലിക് സപ്പോർട്ടിനെ കൃത്യമായി കയ്യിലേക്ക് എടുത്ത് ഈ ആരോപണം ഉന്നയിച്ച് ഈ 2 പേർ എന്ന് പുള്ളി പറയുകയാണ്. അതിൽ ആ 2 പേർക്ക് പുള്ളിക്ക് അവരോടുള്ള ഗ്രഡ്ജാണോ, അവര് പുള്ളിയോടുള്ള ഗ്രഡ്ജാണോ എന്നുള്ളത് പുള്ളി പറയേണ്ട വിഷയമാണ്. ഈ 2 പേർക്കെതിരെ പുള്ളി ആരോപണം ഉന്നയിക്കുമ്പോൾ പുള്ളിക്ക് അവരോടാണോ പ്രശ്നം, അതോ അവര് ശരിക്കും പുള്ളി പറയുന്ന പോലെ പുള്ളി പറയുന്നില്ല പുള്ളിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ മനസ്സിലാക്കുന്ന അല്ല എന്നാണ്. പക്ഷെ പുള്ളിക്ക് അത് ബോധ്യം ഉണ്ടാവാം, ചിലപ്പോൾ ഈ 2 പേരായിരിക്കാം അത് ശ്രമിച്ചത്. ഇതൊക്കെ അതിന്റെ കാരണം. പക്ഷെ പുള്ളി സിബിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടാണ് അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒരു വിസിൽ ബ്ലോവർ എപ്പോഴും ലോകത്ത് ഇന്ന് ചരിത്രത്തിൽ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കിയതും വിസിൽ ബ്ലോവറാണ്. ഹൈദരാലിന്റെ വിസിൽ ബ്ലോവറാണ്. ഈ കേരളത്തിൽ നടക്കുന്ന വലിയ വലിയ ചില കാര്യങ്ങളുടെ വിസിൽ ബ്ലോവറായ ഹൈദരാലിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഹൈദരാലിക്ക് ഒരു ഫോക്കസ് ഉണ്ട്. ഹൈദരാലി രഘു എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടല്ല ഹൈദരാലി XY എന്ന് പറഞ്ഞ ഒരാളെ കണക്ട് ചെയ്യുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യം? നിങ്ങൾക്കപ്പോൾ ആ സ്ഥലത്തേക്ക് ഞാൻ ഇവനെ കൂടി നല്ലത് പറഞ്ഞു എന്നൊരു സപ്പോർട്ട് വേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ബിഗ് ബോസ് സീസൺ 5 വിജയിയായിട്ടുള്ള അഖിൽമാരാർ, അദ്ദേഹത്തിന് ജനപിന്തുണ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയിയായത്. അദ്ദേഹം സമ്മതിക്കുന്നുണ്ടത്. അങ്ങനത്തെ ഒരാൾക്ക് എന്തിനാണ് മറ്റൊരു ജനപിന്തുണ ഉള്ള ആളുടെ ഇഷ്യൂ കൂടി പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം? അതിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ഇപ്പം നിയമങ്ങളുണ്ട്, അല്ലേ? പോലീസുണ്ട്, നിയമങ്ങളുണ്ട്, വനിതാ കമ്മീഷൻ, ഇവരൊക്കെ ഉണ്ട്. അഖിൽമാരാർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം, സ്വമേധയാ കേസെടുക്കാമല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചിരുന്നത് കേരളം പോലൊരു സംസ്ഥാനങ്ങളിൽ
സംസ്ഥാനത്ത് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വനിതാ കമ്മീഷനൊക്കെ നേരിട്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇടപെടുന്നില്ല എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പുള്ളി കാത്തിരിക്കുന്നത് അതിനായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം പുള്ളി ഇപ്പൊ ഈ പറഞ്ഞ വിവാദത്തിന് അടിസ്ഥാനമുണ്ട്, സ്വാഭാവികമായിട്ട് അതുണ്ട്. പക്ഷെ അവർക്കും വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇരയാവാ ആരാന്ന് മനസ്സിലാവണമെന്ന് എനിക്ക് തോന്നുന്നു. അഖിൽമാരാറ് പറഞ്ഞേക്കണേൽ വെച്ച് കേസെടുക്കാലോ, ധാരാളം സാധിക്കുന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ മാധ്യമങ്ങൾ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്രയോ കേസുകളിൽ പോലീസ് തന്നെ, ഇപ്പൊ ഇതിന് പോലീസ് എടുക്കണമെന്നില്ല, പക്ഷെ പോലീസ് തന്നെ എത്ര സമയം പോലീസ് എടുക്കാവുന്ന കേസുകൾ എനിക്കറിയില്ല. വനിതാ കമ്മീഷൻ ഒന്നും അനങ്ങിയിട്ടില്ല അതിനകത്ത്. വനിതാ കമ്മീഷൻ ഒന്നും ഇവിടെ ഇല്ലേ? എനിക്ക് വനിതാ കമ്മീഷൻ ഒന്നും ഞാനിപ്പോഴും മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടത് ചില ഇഷ്യൂയിൽ ഇടപെടും, ചില ഇഷ്യൂയിൽ ഇടപെടില്ല എന്നാണ്. ചിലപ്പോൾ അവർക്ക് ഇതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. ഇതൊക്കെ നമുക്കറിയാലോ ഇതിന്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് എന്താന്നുള്ളത്. ആ പൊളിറ്റിക്സിൽ ഈ പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ അഖിൽമാരാർ ഏത് രാഷ്ട്രീയ കക്ഷിയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം ഈ വനിതാ കമ്മീഷൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്ത ആളാവാം, ചിലപ്പോൾ ഉള്ള ആളാണെങ്കിൽ ഇപ്പോഴേ എടുത്തു കാണും. ഇതൊക്കെയാണ് അതിന്റെ കഥകൾ. കാരണം ഞാൻ പറഞ്ഞത് അഖിൽമാരാരെ മാത്രം ഫോക്കസ് ചെയ്ത് വനിതാ കമ്മീഷൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വനിതാ കമ്മീഷൻ ഏത് സാഹചര്യം വരുമ്പോഴും നമുക്കറിയാം ചിലതിന് കേസേ എടുക്കൂല. നമ്മൾ ഇന്നും ഞാനിത് ഔട്ട് ഓഫ് വേ ആണ് എങ്കിലും ഞാൻ പറയാണ്, ഇന്നും ഇഷ്ടം പോലെ വിഷയങ്ങളിൽ പീഡിതരാവുന്ന അല്ലെങ്കിൽ ഇപ്പൊ മോശം ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്തുണ്ടായ ബസ് ഇഷ്യൂ വരെ, ആ ഇഷ്യൂവിൽ നിങ്ങൾ ഒരു പാർട്ടിയിൽ ആളാവുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ചോദിക്കുന്നത് കണ്ണൂരുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ അറിവിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ചേച്ചീന് ഏറ്റവും മോശമായ രീതിയിൽ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് പീഡനം, ഞാൻ ഉദ്ദേശിച്ചത് ലൈംഗിക പീഡനമല്ല, അല്ലാത്തത് അവർ ഓട്ടോറിക്ഷ കത്തിക്കൽ, മറ്റേ മാനസിക പീഡനം, അതിന് വരെ ഈ പറയുന്ന ഇവിടുത്തെ സമൂഹത്തിൽ ഏറ്റവും വലുതായി സംസാരിക്കുന്ന ആളുകൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല ഞാൻ. അപ്പൊ അവിടെ രാഷ്ട്രീയമുണ്ട്. അഖിൽമാരാ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഈ വനിതാ കമ്മീഷന്റെ ആളുകളുമായിട്ട് രാഷ്ട്രീയമായിട്ട് കണക്റ്റഡ് ആവാത്തതായിരിക്കും ഹൈദർക്ക് പറഞ്ഞ ഈ കാര്യം നടക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൊതുസമൂഹത്തിന്റെ രീതിയിൽ. ഇപ്പം തസ്രീഖാൻ നമ്മുടെ ഒപ്പം ഉണ്ട്. നിങ്ങളുടെ രഘുവാണ് ആ ഞാനിവിടെ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ടായി ഇതർക്കയുടെ കൂടെ. അപ്പൊ പറഞ്ഞു തെസ്നി നമുക്ക് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തെസ്നി വിളിക്കാൻ, ബാക്കി ആയിരത്തെ പറയും. തസ്നി കഴിഞ്ഞ ദിവസത്തെ വിഷയങ്ങളിൽ തസ്നി എന്നൊരു വീഡിയോ ഇട്ടു. ആ തസ്നി ഇട്ടിരിക്കുന്ന വീഡിയോയിലും മോശമായ കമന്റുകൾ വരുന്നു. എന്താണ് തസ്നി ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അഖിൽമാരാര് പുറത്തുവിട്ട ഈ സംഭവത്തിൽ തസ്നിയുടെ പ്രതികരണം എന്താണ്? എനിക്കിത് വിശ്വസിക്കണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. കാരണം ഇത്രയും ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലത്തുള്ള ഒരാളാണ് ഞാന്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരിൽ നിന്നോ ആ ഒരു ചാനൽ ഒന്നും എനിക്ക് അങ്ങനെ ഒരു അവരിൽ നിന്നും ഒരു അനുഭവങ്ങളും അത്രയും ക്ലിയർ ആണ് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ബിഗ് ബോസിൽ കയറിയത് തന്നെ ഞാൻ എന്നെ ആരും റെക്കമെൻഡ് ചെയ്ത് വിട്ടുപോകുന്നല്ലോ. ബിഗ് ബോസിൽ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാ പോയത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം അതിനോട് ചോദിക്കാനൊന്നുണ്ടായിരുന്നുള്ളൂ. എന്താണ് ഈ പറഞ്ഞ തെളിവ് സഹിതം ആരാണെന്ന് പേര് പറയും. ഈ പറഞ്ഞ ഇപ്പം ഞാനൊരു വീഡിയോ ഇന്നിപ്പോ ഉച്ചയ്ക്കൊരു വീഡിയോ കണ്ട്. ആ വീഡിയോയില് ഏതോ അനാഥാലയത്തിൽ ജനിച്ചൊരു കുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ആ കുട്ടി പാരന്റ്സ് ഇല്ല, ആ കുട്ടിയാണ് തോന്നുന്നുണ്ടത്. എനിക്ക് അതിന്റെ സംസാരം കേട്ടിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ആരും അറിയാത്തൊരു കുട്ടിയാണ് ഇത് പറയുന്നത്. ഫേമസ് ആയ ആരെങ്കിലും വന്നിട്ട് പറയണമെങ്കിൽ നമുക്കത് ഞാനത് സീരിയസ് ആക്കി എടുക്കുള്ളൂ. അല്ല, ആ കുട്ടി പറഞ്ഞത് എനിക്കതിലേക്ക് പോകാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ വേറെ ആളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടിയായിട്ടാണ്. ആ കുട്ടിയൊന്നും മത്സരത്തിൽ വന്നിട്ടില്ല. ആ പരിസരത്ത് ഓരോരുത്തരും വെറുതെ പറയാണ് ഇങ്ങനെ പ്രശ്നം ഈ കിട്ടാത്ത മുന്തിരി വിളിക്കുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയാണായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ബിഗ് ബോസിൽ കയറി പറ്റാണ്ട് വരുമ്പോൾ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോണ്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതിന്റെ യഥാർത്ഥ ആളാരാണ്, ഇത് അനുഭവിച്ചത് ആരാണ്, വെളിയിലേക്ക് വരട്ടെ, അപ്പൊ വിശ്വസിക്കാം. അല്ലാതെ നമ്മളിത് പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമാവും ഇവർക്ക് പ്രശ്നമാവും ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പറഞ്ഞു പോകുള്ളൂ. ആരാന്നുള്ള കൺഫ്യൂഷനായി എല്ലാവരും ഒരാൾ കട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കള്ളപ്പേര് കേൾക്കുന്ന പോലത്തെ ഒരു സ്ഥിതിയാവില്ലേ? അപ്പൊ അത് മാറ്റണം, അത്രേ ഉള്ളൂ. ആരാണെന്നുള്ളത് മുമ്പോട്ട് വന്ന് തെളിവ് സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളൊക്കെ പറഞ്ഞത് സുല്ലിട്ടു, ഓക്കെ സമ്മതിച്ചു, ഞങ്ങളുടെ മനസ്സിൽ തെറ്റുണ്ട്, അങ്ങനെയായിരിക്കാം. ഒരാളെ തന്നെ ഇപ്പം എന്നോടിപ്പം എല്ലാരും റെസ്പെക്ട് തരുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇത്രയും പുതിയ ഒരാളോട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് ആയിരിക്കും വേറെ ആ കുട്ടിയോട് വേറെ രീതിയിലായിരിക്കും സംസാരിക്കാൻ പെരുമാറാ. ഞാൻ ഇത്രയും വർഷമായതുകൊണ്ട് ചിലപ്പോ എന്റെ അടുത്ത് അവർ വളരെ ഡീസന്റ് ആയിരിക്കാം ആ കുട്ടിയോട്. പക്ഷെ അങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ അത് ആരോട് അതും നമുക്ക് അറിയുന്നത് നല്ലതല്ലേ? അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെ കുറ്റപ്പെടുത്തുന്നില്ല ഞാന്.
അഖില് ഇപ്പൊ അത്രയും ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വില്ലിങ്ങായി നിൽക്കുക, അതൊക്കെ നല്ല സ്വഭാവം തന്നെയാണ്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്ന ഒരു നല്ലൊരു എന്താ പറയാ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും അഖിലിനെ കാണുന്നുള്ളൂ. മൈത്ര, എനിക്ക് അതിനെ കുറ്റമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ ആ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി തെളിയിച്ച അഖിലിനെ ഞാൻ കൈ കൊടുക്കും. കാരണം അതറിയട്ടെ അതെന്താ പറയാത്തത്, അത്രേ ഉള്ളൂ എനിക്ക്. എരയുടെ പേര് പറയാൻ വേട്ടക്കാരന്റെ പേര് പറയുക. അതന്നെ. ഇപ്പൊ നമുക്ക് വേറെ പല കേസുകളിലും നമുക്ക് വേട്ടക്കാരൻ ആരാണെന്ന് അറിയാം, എരയാരാണെന്ന് അറിയാം, എല്ലാം അറിയാം നമുക്ക്, അല്ലേ? അറിയാം. പക്ഷെ അത് തെളിവാണ് വേണ്ടത് നമുക്കതിന്റെ. തെളിവ് തെളിവില്ലാത്തവർക്ക് പകരം ആരും നമ്മൾ ഒന്നും ക്രൂശിക്കാൻ പാടില്ല. അഖിലെന്റെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നു, CCTV ആ ഹോട്ടലിൽ പോയത് എനിക്കറിയാം, ആ CCTV ദൃശ്യങ്ങൾ എടുത്താൽ ഇവരെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ വലിയ തെളിവാണ്, വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ ഒന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. അതാണ് മനസ്സിലാവാത്തത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന് തെളിവ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇപ്പൊ അഖില് തെളിവ് സഹിതം ഈ സംഭവം വെളിയിൽ കൊണ്ടുവരികയാണെങ്കിൽ പല പല പഴയ കേസുകളും തെളിവ് സഹിതം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അപ്പൊ ഇതിപ്പോ തെളിവുകൾ കൊണ്ടുവരാത്ത പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും. എന്തിനു പേടിക്കും? ഇത്രയും പറയാനുള്ള അഖില്, ഇത്രയും തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ പറയാൻ പറ്റുന്ന അഖിലിന് എന്തുകൊണ്ട് തെളിവ് സഹിതം പറഞ്ഞൂടാ? പറയട്ടെ, അത് പറഞ്ഞു. അത്രേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. അഖില് ചോദിച്ചല്ലോ, നിങ്ങൾ ഒരു പെണ്ണ് മുമ്പോട്ട് വന്നിട്ട് തെളിവ് സഹിതം കൊണ്ടുപോകാന്ന് പറയാത്തതെന്നും പറയുന്ന ഏതോ ഒരു വീഡിയോ ഉണ്ട് ഞാൻ. അത് ചെയ്യട്ടെ, നമുക്ക് അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു, ഞാനും അഖിലിനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല, അഖിലിനെ ഒരിക്കലും കുറ്റപ്പെടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ നാളെ പറ്റുന്നത് നമുക്കൊരു പ്രശ്നം വന്നാലും ഒരാൾ മുമ്പിട്ട് പറഞ്ഞല്ലോ, പറയാൻ ആൾക്കാരുണ്ടാവുന്നത് വലിയ ധൈര്യം തന്നെയാണ് അല്ലേ നമ്മുടെ ജീവിതത്തില്. ഒറ്റപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഐതർ എന്റെ തെസ്നിക്ക് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഇങ്ങനെ ഒരാൾ പറയണത് നമുക്കൊരു ആശ്വാസമാണത്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനൊക്കെ പ്രൂഫ് വേണം. പ്രൂഫ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ അത് വിശ്വസിക്കുള്ളൂ. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും തസ്നി ഈ സമയത്ത് പ്രതികരിച്ചതിൽ ഒത്തിരി നന്ദി കേട്ടോ. താങ്ക് യു. താങ്ക് യു. ശരി. ഇതില് ഞാൻ തെസ്നീക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പുള്ളി എനിക്ക് തോന്നുന്നു ഹൈദർക്കട ഇന്റർവ്യൂ ആണ് ഞാൻ മുഴുവൻ കണ്ടത്. അതിലാണ് തോന്നുന്നു പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഭയങ്കര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതിനൊക്കെ വരുന്നത് ഇങ്ങനെ വീട്ടിലൊക്കെ പറയാത്ത ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയില്ല കേട്ടോ, പുള്ളി എന്നല്ല, ഇവിടുത്തെ വലിയൊരു സമൂഹം അതൊക്കെ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും മാനസികാവസ്ഥ എൻ്റെതോ നിങ്ങളതോ പോലെ ആവണ്ട. ഞാൻ യുണീക്കാവാം, നിങ്ങൾ യുണീക്കാവാം, ഒക്കെ വ്യത്യസ്തമാണ്. ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു വിന്നർ വന്നിട്ട് പറയുകയാണ്, ബിഗ് ബോസിൽ വരുന്ന പെൺകുട്ടികൾ അവർക്കൊന്നും അങ്ങനെ വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആളൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ പുറത്തു. ഞാൻ ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? പുള്ളി അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര മോശം സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞു. പുള്ളിനോട് ഈ സീസൺ കണ്ടിട്ട് ആരോ പറഞ്ഞു പുള്ളിയുടെ കപ്പെടുത്ത് കുളത്തിലിടാം. എന്തോ പുള്ളി ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ സീസൺ കണ്ടതിൻ്റെ പുറത്തല്ല, പുള്ളി ഈ ആരോപണം ഉന്നയിച്ചതിന്റെ പുറത്തുമല്ല. ഞാൻ വീണ്ടും പറയുന്നു, പുള്ളി ഉന്നയിച്ച ആരോപണം പ്രസക്തമാണ്. അത് തെളിയിക്കപ്പെട്ടാൽ ആ ആരോപണത്തിന്റെ പേരിൽ മാത്രം പുള്ളി അഭിനന്ദിക്കാം. ബാക്കി പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല. കപ്പെടുത്ത് വെള്ളത്തിലുണ്ടെങ്കിൽ പുള്ളി ഇപ്പോഴിടണ്ട പുള്ളി, അല്ലാതെ ഈ സീസൺ കണ്ടിട്ടല്ല. കാരണം വിന്നറായിട്ടുള്ള ഒരാൾ, അതിൽ മത്സരിക്കാൻ വരുന്ന സ്ത്രീകളിൽ, അതും ഞാൻ പറഞ്ഞ പുള്ളി എല്ലാവരെയും അല്ല പറയുന്നത്, എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഒരാളുണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായിരിക്കും ബിഗ് ബോസിന് വരുന്നത്? അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്കറിയോ? ചിലപ്പോൾ അവർ ആ ബിഗ് ബോസിൽ തുറന്നു പറയുന്ന അവസരത്തായിരിക്കും അറിയാം. അതിൽ തന്നെ ഫേക്ക് കഥയും ഒറിജിനൽ കഥയും പറയുന്ന ആളുകളുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെയാണ് പുള്ളി പറയുന്നത്. അങ്ങനെ അവർക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നുമില്ലാത്ത ആൾക്കാർ, അവരൊന്നും മുന്നോട്ട് വരില്ല. എന്തൊരു മോശം! ഈ ലോകത്ത് ജീവിക്കണ്ട എല്ലാവർക്കും അച്ഛനമ്മ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? എല്ലാവർക്കും ഇപ്പം എനിക്ക് ബ്രദറും സിസ്റ്ററും ഇല്ല, ഞാൻ ഒരു അച്ഛനും അമ്മയുടെ ഒറ്റ മോനാണ്. അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലേ? എനിക്കത് ഫീൽ ചെയ്യില്ല. പക്ഷെ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് അത് എത്രമാത്രം ഫീൽ ചെയ്യും? എനിക്കറിയില്ല പുള്ളി അത് അതാ ഞാൻ പറഞ്ഞത്. ചില സ്ഥലത്ത് നിങ്ങൾ നല്ലതാണ് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ആ നല്ലത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചുറ്റും തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷമാണ്. ആ വിഷത്തിൻ്റെ അറ്റത്ത് ചെറിയൊരു, നമ്മൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, വിഷം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്തൊരു ചെറി വെച്ചിട്ട് അത് ഞാൻ ചെയ്തു, ആ ചെറിയാണ് ഭംഗിയുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ ഇഷ്യൂ പുറത്ത് വരട്ടെ. പുറത്ത് വന്ന് പുള്ളി പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പുള്ളി എന്തായാലും സപ്പോർട്ട് ചെയ്യും, ഒരു സംശയം വേണ്ടതിൽ. പക്ഷെ ഇത് ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഓഡിറ്റബിൾ അല്ല എന്നുള്ളതാണ് പുള്ളിയുടെ ധാരണ. ഇത് എന്തുണ്ടെങ്കിലും ഇത് ഉള്ളതാണോ ഇല്ലതാണോ എന്ന് ഇത് കൃത്യമായിട്ട് ഇതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാകും. എക്സാക്ട്ലി.
ഒന്നിൽ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും, ഇങ്ങനെയില്ല. അല്ലെങ്കിൽ അഖിൽ ഉന്നയിച്ച ആരോപണം അഖിൽ പുറത്തുള്ള സ്വമേധയാ കേസെടുത്ത് ഈ സാധനം തെളിയിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഇതിനൊരു എല്ലാ ബിഗ് ബോസിൽ മത്സരിച്ച ഓരോ സ്ത്രീയും ഒന്ന് ലൈവ് ഇടേണ്ട ഗതികേടിലേക്ക് അവരെത്തി എന്നുള്ളതാണ് സത്യം. അതാണ് ഒന്ന് ആലോചിച്ചു. അതാണ് വാസ്തവം. ഇവിടെ മത്സരിച്ച എല്ലാ സ്ത്രീകളും പുറത്തു വന്ന് ലൈവ് ഇട്ട് നോക്കൂ, എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ പറയട്ടെ, ആ ദിവസം നമ്മൾ കാത്തിരിക്കുന്നു. ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് നടന്നിട്ടില്ല എന്ന് അച്ചട്ട് പറയാൻ ഇപ്പൊ ആര് പറഞ്ഞത് കറക്റ്റ് അല്ലേ? എനിക്ക് എങ്ങനെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും? നാളെ രാവിലെ ഇവിടെ ഒരാൾ വന്ന് പറയാണ് എന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഖിൽമാരാര് പറഞ്ഞത് ശരിയാണ്, രഘു ഇവിടെ ഇരുന്ന് പറഞ്ഞു സ്ത്രീകളുടെ പക്ഷമല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ തുറന്ന് പറയാനുള്ളത് പറയൂ. ഞാനിപ്പോഴും പറഞ്ഞ അഖിൽ പേരും അഡ്രസ്സും പറയണമെന്നല്ല. അഖിൽ അറ്റ്ലീസ്റ്റ് ഈ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അഖിലിന് എടുത്തൂടെ? അഖിൽ രാഷ്ട്രീയ കക്ഷികളും ആളുകളായിട്ട് ബന്ധമുള്ള ആളാണ് അയാൾ, അല്ലേ? അല്ലാതെ അയാൾ കൂട്ടമായി വന്നിട്ട് മറ്റോരെ ആക്ഷേപിക്കുന്നു, കപ്പെടുത്ത് വെള്ളത്തിലിടണം, കുറെ ആരൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയില്ലാത്തവര്. അതൊന്നും അല്ല അതിന്റെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളി ഒരു വിന്നർ, ബിഗ് ബോസിന്റെ വിന്നർ ഇങ്ങനെയാവണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ബിഗ് ബോസിന്റെ വിന്നർ ആ ഷോയുടെ അസ്തിത്വത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മോശം കാര്യമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, നമുക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. ഇനി വരുന്ന ബിഗ് ബോസ് ഇതൊക്കെ പറയുമ്പോഴും ഇപ്രാവശ്യത്തെ സീസണിന്റെ റേറ്റിംഗ് താഴെയാണെന്നാണോ ഹൈദർക്കുള്ള വിശ്വാസം? അല്ല, നമ്മള് വാർത്ത ഞാനത് വിശ്വസിക്കുന്നു. അല്ലേ? അപ്പൊ അഖിൽമാരാര് വരെ വന്നിരുന്നു പറഞ്ഞു ഈ സീസൺ കാണാൻ കൊള്ളൂ. ഹലോ, പുള്ളിയുടെ സീസൺ കാണാൻ കൊള്ളൂ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയൊന്നുമില്ല. ഈ സീസണിന് പൊതുവേ ഉള്ള അഭിപ്രായം, ഞാൻ സീസൺ കാണുന്ന, നമ്മള് വീഡിയോ ചെയ്യുന്നതാണ്, നമ്മുടെ കുട്ടികൾ വീഡിയോ ചെയ്യുന്നതാണ്, റെസ്പോൺസ് ഉണ്ട്. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ അതിര് കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം അത് പുറത്ത് ആളുകൾ പോകുമ്പോഴും അതേ അഭിപ്രായം പറയുന്നു. പക്ഷെ TRP റേറ്റ് നല്ല ഹൈപ്പിലാണ്. എന്റെ പൊന്ന് ഹൈദർക്ക, ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സീസണെ കുറിച്ച് പുറത്തു വരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണ്, ജാസ്മിൻ പിന്നെ ഒരു ആള് പ്രേമിക്കുന്നു, അതിന്റെ രംഗങ്ങൾ കൂടുതൽ പോകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോ ഞാൻ പറയുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ മറ്റുള്ള ഫാൻസ് ഒക്കെ എനിക്കെതിരെ തിരിയും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഷോയിലെല്ലാം ഉണ്ടാവും. ഈ ഷോ രണ്ടാമത്തെ സീസണിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ സംഭവിച്ചപ്പോൾ, ഞാൻ വീണ്ടും അത് പറയുന്നില്ല, എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്ന് ആളുകൾ പറയും. ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ വ്യക്തി അങ്ങനെ ഒന്ന് ചെയ്തപ്പോ ഇവിടെ പുറത്തു നിന്ന് സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞെന്തറിയോ, ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുമോനെ, കണ്ണിൽ മുളക് പൊടി ഇടുകയാണ്, മലയാളികൾ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതേ അവരാണ് ഇപ്പൊ പറയുന്നത്, ഈ സദാചാരത്തിന്റെ കണ്ണിൽ എന്തിനത് കാണുന്നു? നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് ഒന്ന് കാണും. അവിടെ ഒരു പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളുണ്ട്, പരസ്പരം ഉമ്മ വെക്കുന്ന വിഷയം പുറത്തു കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആള് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ബിഗ് ബോസ് കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആള് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ബിഗ് ബോസ് ഇല്ല. അപ്പൊ തന്നെ മലയാളി തനിമയും സദാചാര കുരുവും കൂടി പൊട്ടിവരും. ഞാൻ അവിടെ ഉള്ള ഒരാളുടെയും ഫാനല്ല, ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ ആ ഷോ മുഴുവൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അവിടെയുള്ള 1-2 സ്ത്രീകൾ ശക്തമായ രീതിയിൽ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട്. അവർ പുറത്തിറങ്ങുമ്പോൾ അവർ നേരിടാൻ പോകുന്ന ചെറിയ കാര്യങ്ങളല്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി പറയാം, അത് ബോൾഡായിട്ട് നേരിടാൻ പറ്റുന്ന ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത സീസൺ വരുമല്ലോ, ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതൽ ബിഗ് ബോസിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ എന്ന് പുറത്ത് പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെ തന്നെ വരും ഈ ഷോ. അപ്പൊ റേറ്റിംഗ് ഉണ്ടല്ലോ, ആളുകൾ കാണില്ല എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞ് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ ഷോയുടെ വിജയം അത്രേ ഉള്ളൂ. ഈ ഷോ ഇപ്പോഴും, ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നു, ഇതൊരു ദുരൂഹതയുള്ള ഒരു ഷോ ആണ്. ഈ ലോകത്തെ എല്ലാവരെയും ഈ ദുരൂഹതയുടെ ഭാഗമാണ് നമ്മളൊക്കെ, അറിയാതെയായാലും അറിഞ്ഞിട്ടായാലും. ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ പലരും ചോദിക്കുന്നു സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. അല്ല, പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നും. മത്സരിച്ച് വന്ന എന്നോട് എൻ്റെ അച്ഛനമ്മയും ഇന്നും ഇപ്പൊ ഈ സംസാരിക്കുന്ന നിമിഷവും വിശ്വസിച്ചിട്ടില്ല ഇത് സ്ക്രിപ്റ്റഡ് അല്ല. സ്വന്തം വീട്ടിലുള്ള മോന്റെ കാര്യം ഞാൻ പറയുന്നു. എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ആരോ പറയുന്ന പോലെ അല്ല, നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ച് പോവും. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. അതിനെ കൗണ്ടർ ചെയ്ത് തോൽപ്പിക്കുന്നവൻ സർവൈവ് ചെയ്യും, മാനസികമായി കരുത്തുള്ളവൻ നിൽക്കും. നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി ഡൗൺ ആയിരിക്കും, അപ്പൊ നിങ്ങൾ ഒന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വേറൊന്ന് പറയും. അതിനെയൊക്കെ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ നീയൊക്കെ പണ്ട് കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആര് കാണാൻ? ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തിന്റെ പരിസരത്ത് ആ മതിലിന്റെ സൈഡ് പോയി നിന്നുണ്ടോ? ഇല്ല. ധൈര്യം കാണിക്കുന്ന എത്ര പേര്, ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന എത്ര പേര്, ഇവിടുത്തെ വലിയ സെലിബ്രിറ്റികളായിക്കോട്ടെ, ഇവിടെ മുമ്പത്തെ സീസണിൽ ബിഗ് ബോസിൽ മത്സരിച്ച ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, വലിയ സ്ത്രീപക്ഷം പറഞ്ഞു. പുറത്തു വന്ന് പറയണത് എന്താ അറിയോ? ആണ് പെണ്ണിനെ അടിച്ചാലേ പ്രശ്നമുള്ളൂ, പെണ്ണ് ആണിനെ അടിച്ചാൽ പ്രശ്നമില്ല. അവർക്ക് അറിയാത്ത കാര്യം എന്താ അറിയോ? അവർ നിൽക്കുന്ന എലൈറ്റ് ക്ലാസ്സിൽ അവർ പറയുന്നു ഇവിടെ സമൂഹത്തിന്റെ താഴത്തേക്ക് വരണം, ഇന്നും ആണ് പെണ്ണിനെ തന്നെ തല്ലുന്നുള്ളൂ, പെണ്ണ് ആണിനെ തല്ലുന്നു കുറവാ, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വാർത്ത ചെയ്യാൻ കിട്ടാത്തത്. നിങ്ങൾക്ക് മറ്റേത് വാർത്ത ചെയ്യാൻ കിട്ടുന്നത് എന്തുകൊണ്ടറിയോ? അതാണ് ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതറിയാൻ എലീറ്റ് ക്ലാസ്സിൽ മാത്രം ജീവിക്കുന്ന
അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വന്ന് അവിടുത്തെ വലിയ ആൾക്കാരെ മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അവരിപ്പോ മൈക്കിന് മുമ്പിൽ എന്ന് പറയുന്നത് എന്താ അറിയോ, അങ്ങനെയാണ് ഈക്വാലിറ്റി. ഒരു പുച്ഛത്തിലാ പറയുന്നത്. ഈക്വാലിറ്റി വേണം. ഈക്വാലിറ്റി ഉള്ളത് കൊണ്ടാണ് അവരവിടെ എത്തിയത്. അല്ലെങ്കിൽ എത്താൻ പറ്റില്ല. അവര് ജീവിച്ചതും അവര് വളർന്നതും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം. ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ IAS വരുന്നുണ്ടല്ലോ, അത് ഈക്വാലിറ്റി കൊണ്ടാണ്. ഈ നാട്ടിൽ ഈക്വാലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് ഇനിയും തുടരും, അത് പറയുന്നവർ തുടരും. എലൈറ്റ് ക്ലാസ്സിലുള്ളവർ അത് പുച്ഛിച്ചോട്ടെ, പ്രശ്നമല്ല. ഇവർ പുച്ഛിക്കണം, അപ്പോഴേ ബാക്കിയുള്ളവർക്ക് ഫയർ ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കിനി ഒരാളെങ്ങളെ വിളിക്കാനുള്ളൂ. രനീഷിന് ഒന്നും കൂടെ നമ്മളൊപ്പം ഉള്ളത് കേട്ടോ. മഞ്ജു, രഘു ഉണ്ട്. രഘുവാണ് നിങ്ങളുടെ സീസണിലൊക്കെ ഉണ്ടായില്ലേ? ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. മഞ്ജു, ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് നിങ്ങളെല്ലാം ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകൾ പെട്ടാണ് മഞ്ജു. ഇപ്പോൾ ഒരു വിവാദമുണ്ടായിരുന്നു. അഖിൽമാരാർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. സീസൺ 5-ലുള്ളവരൊക്കെ അല്ല, അതിനു മുമ്പ് പങ്കെടുത്ത സ്ത്രീകളെ ചില ആളുകളുടെ കൂടെ കാണാൻ സാധിച്ചു, അവര് പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു. മഞ്ജുവിന്റെ പ്രതികരണം എന്താണ് മഞ്ജു? ഒന്ന്, ഇത് പുള്ളി ആദ്യം പറഞ്ഞ പ്രസ്താവനയാണ് അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അത് അദ്ദേഹം തിരുത്തി പറഞ്ഞിരുന്നു. പക്ഷെ അത് എത്രത്തോളം തിരുത്തി പറഞ്ഞു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ച് അഖിൽ മാരാർക്ക് നിറയെ വോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. നല്ലൊരു ഗെയിമറായിരുന്നു അദ്ദേഹം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉണ്ടാവുമ്പോ അതിന്റെ ക്ലാരിഫിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോ എന്താ പറയണേ, ഇപ്പൊ നാളെ പറയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നപ്പോ എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നാളെ അതിന് ഉത്തരവാദി ഹൈദരാലിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു അദ്ദേഹം വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരാളാണ്, ആരെയും പേടിയില്ല എന്ന് സ്വയം പ്രകീർത്തിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ രാജാവായിട്ടും ഒക്കെ കാലാകാലം നമുക്ക് ഓരോ രാജാക്കന്മാരെ കിട്ടുമല്ലോ. അത്തരത്തിലൊരു രാജാവായിട്ട് സ്വയം പ്രഖ്യാപിത രാജാവും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര പേടിയില്ലാത്ത ഒരാളാണെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതാരാണെന്ന് പറയട്ടെ, ആ രണ്ടുപേര് ആരാണെന്നും ആ സ്ത്രീകൾ ആരാണെന്ന് പറയട്ടെ. അല്ലാതെ അടച്ചാക്ഷേപിക്കുമ്പോ സത്യത്തിൽ ഞാനൊക്കെ വല്ലാതെ നമുക്കൊക്കെ വല്ലാത്ത വിഷമം തോന്നി. കാരണം എന്നെ സംബന്ധിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഏഷ്യനെറ്റ് നല്ല മറ്റൊരു ചാനലിൽ നിന്നും മോശം അനുഭവം എനിക്കുണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്ന്. വളരെ ജെന്യൂൻ ആയിട്ട് നമ്മളെ ഇന്റർവ്യൂയിലൂടെ തിരഞ്ഞെടുത്തല്ലാതെ മഞ്ജു പത്രോസ് ഒരു ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള വീണ അല്ലെങ്കിൽ ആര്യ അല്ലെങ്കിൽ അഖില് ഒക്കെ ഇതേപോലെ ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അഖിൽ ഒരു സംവിധായകനാണെന്നുള്ള ഒരു പരിഗണനയും ഒരിടത്തും കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും എന്റെ അറിവിലില്ല. എന്റെ അറിവിലില്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള വേഗമായിട്ടുള്ള പരാമർശങ്ങളോട് വിശ്വസിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ ഇത്തരത്തില് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ ആരോപണം ഇതെല്ലാ മേഖലകളിലും ഉണ്ട്. മീറ്റു ക്യാമ്പയിനൊക്കെ ഒരുപാട് വരാറുണ്ട്. അല്ലാതെ ഇവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ആരാണെന്ന് വ്യക്തമാക്കണം. ഇപ്പൊ ഞങ്ങളൊക്കെ അതുകൊണ്ട് ജീവിച്ച, എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്ന, എന്റെ കടങ്ങൾ തീർന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു സ്ഥാനത്തിന്, എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായ ഒരാളാണ്. ആ ഒരു സ്ഥാനത്തിന് നന്ദിയോടെ അല്ലാതെ എനിക്ക് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പോ അഖില് പറയുന്നു, അഖില് ഇറങ്ങിയതിന് ശേഷമാണോ കയറിയതിന് ശേഷമാണോ എന്ന് എനിക്ക് അറിയില്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ഷോയില് ഉള്ളിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതെങ്കില് അഖില് അപ്പൊ തന്നെ ഇത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോരണം. ആ മാന്യതയായിരുന്നു കാണിക്കേണ്ടത്. ഇത് അവരുടെ പൈസയും മേടിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മേടിച്ചതിന് ശേഷം ഇത്തരത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ അതിനെ തള്ളിപ്പറയല്ല. പക്ഷെ തീർച്ചയായിട്ടും അത് ക്ലാരിറ്റിയോടുകൂടി പറയണം. ചാനലിൽ ആ രണ്ടുപേര് ആരാണെന്ന് പറയട്ടെ. ഇപ്പൊ ഈ ഷോയിൽ പങ്കെടുത്ത സ്ത്രീകൾ ആരാണ് ദുരുപയോഗം ചെയ്തതെന്ന് ഇയാളോട് പറഞ്ഞു, ഇയാളുടെ ചാറ്റ് ഉണ്ടെന്നല്ലേ പറയുന്നത്. വോയിസ് അത് പുറത്തു വിടട്ടെ, എന്തിനാ പേടിക്കുന്നത്? അത്ര ധൈര്യമുള്ള ആളല്ലേ. അപ്പോഴല്ലേ നമ്മൾ ആരോപിക്കുന്ന ഒരു വിഷയത്തിന് ക്ലാരിഫിക്കേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ട് ഇപ്പൊ ഞാൻ 2ാം സീസണിൽ ഉണ്ടായ ഒരാളാണ്. അഖിലിന്റെ സീസണിൽ വെള്ളം പൂശിയിട്ടുണ്ട്, എന്റെ സീസണിലെല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ കഴിയുന്ന സീസണിലെ കുട്ടികൾക്കാണ്. മഞ്ജു ചേച്ചി, ഞാൻ അതാണ് ഇവിടെ ഐദർക്കയോട് പറഞ്ഞുകൊണ്ടിരുന്നത്, സെയിം സാധനം. അതായത് നമ്മളെ സീസണിൽ തന്നെ പലർക്കും മെസ്സേജുകൾ വരാൻ തുടങ്ങി, നിങ്ങൾ എങ്ങനെയാണോ പോയത്.
ആ അത് മോശമല്ലേ? രഘു, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിത് കണ്ടപ്പോ തന്നെ എന്റെ ഒരു ഫ്രണ്ട്, വെറുതെ അല്ല ഭാര്യയിലുണ്ടായിരുന്ന സമീറ, അവർ അഡ്വക്കേറ്റ് ആണ്. അവരപ്പൊ തന്നെ എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു തന്നിട്ട്, മഞ്ജു കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് ദൈവത്തെ ഓർത്ത് അവർക്ക് എന്തിന്റെ വിഷമാണ്, അവർ എനിക്ക് വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കും മഞ്ജു, നിങ്ങളെയൊക്കെ ബാധിക്കുന്ന വിഷയമല്ലേ, ഇങ്ങനെയാണോ ഒരാള് സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാള് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരെനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, അവരുടെ വോയിസ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് സത്യത്തില് നമ്മുടെ ഇപ്പൊ രഘു ആണെങ്കിൽ ആരാണെങ്കിലും നമ്മൾ അപ്പൊ തന്നെ പ്രതികരിക്കണമെന്നില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു സബ്ജക്ട് ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയാണ്. എന്റെ മകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്റെ അച്ഛൻ, അമ്മ, എന്റെ സഹോദരൻ, എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇപ്പുറത്ത്. ഞാൻ ഇതിനെതിരെ ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം ക്ലാരിഫിക്കേഷൻ തരൂ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് എഴുതിയിട്ടാല് അതിന്റെ താഴെ വന്ന് ഒരാളെങ്കിലും പറയും നീ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പോയതെന്ന് പറയും. ഞാൻ ഹൈദർക്കയോട് പറയായിരുന്നു, ആര്യയും മഞ്ജു ഒക്കെ നേരിട്ട സൈബർ ബുള്ളിങ് ഇന്നത്തെ മത്സരാർത്ഥികൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറമാണ്. പലരും പറയുന്നുണ്ട് അവരാണ് ഏറ്റവും വലുത്. പക്ഷെ നമുക്കറിയായിരുന്നു ഒന്നുമല്ല. അതെ, എന്തായിരുന്നു ഒരു ബന്ധത്തെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്നും ചെയ്യാതെയാണ് ഈ പറയുന്ന അനാവശ്യം മുഴുവൻ കേട്ടത്. അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇത് അഖിൽ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരണം. അഖിൽ ഇത്ര ധൈര്യശാലി, എനിക്ക് എന്നെ ഏഷ്യനെറ്റ് തോപ്പിച്ചാൽ എനിക്ക് എന്തോ ആണെന്ന് പറഞ്ഞു. അത്ര ധൈര്യമുള്ള ആളാണ്. ഏഷ്യനെറ്റിനെ കുറിച്ച് അയാൾക്ക് ഒട്ടും ബോധമില്ല. ഏഷ്യനെറ്റിൽ നിന്നാൽ ആരെ കുറിച്ചും അദ്ദേഹം ബോധമില്ല. നീതിക്ക് മാത്രം വേണ്ടി നിൽക്കുന്ന നീതി ദേവനാണ് അദ്ദേഹമെങ്കിൽ തീർച്ചയായിട്ടും ക്ലാരിഫിക്കേഷൻ നടത്തണം. ആ രണ്ട് വ്യക്തികൾ ആരാണെന്ന് പറയട്ടെ, ഈ പറയുന്ന ഇദ്ദേഹത്തിനോട് പറഞ്ഞ സ്ത്രീകൾ ആരാണെന്ന് പറയട്ടെ. അപ്പൊ നമ്മളിത് മുഖവിലേക്ക് എടുക്കും. അതല്ല എങ്കിൽ ഇത് അദ്ദേഹം കാടടച്ചു വെടിവെച്ച ഒരു ആരോപണം മാത്രമാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാതെ സത്യത്തില് നമുക്കിതൊക്കെ പറയാനായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പേടിയാണ് ഹൈദരാലിക്ക. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെയാണോ, നീ ഇതായത് കൊണ്ടല്ലേ നിനക്ക് പൊള്ളിയത്, പിന്നെ എന്തിനാണ് നീ പറഞ്ഞത് എന്ന് പറയും. അത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മിണ്ടാതിരുന്നത്. ഈ പറയുന്ന റിനീഷ എന്ന കുട്ടിക്ക് എന്ത് മനോഹരമായിട്ട് ഗെയിം കളിച്ച പിള്ളേരാണ് അദ്ദേഹത്തിന്റെ സീസൺ. അവർക്ക് പോലും പേഴ്സണൽ മെസ്സേജുകൾ ചെല്ലുന്നു. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ജനശ്രദ്ധ കിട്ടാനാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താ പോരെ? തീർച്ചയാണ്. അപ്പൊ എന്തായാലും മഞ്ജു, ഇത് നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം ഇത് ആരാണെന്നുള്ള. ഇതിന്റെ പേരില് രഘുവായി ഇല്ല, അതിപ്പോ ഞാൻ ഹൈദർക്കയോട് പറയണമെന്ന് വെച്ചായിരുന്നു, ഈ ഇന്റർവ്യൂ എയറിലേക്ക് പോവുമല്ലോ. അപ്പൊ ഞങ്ങളോടൊക്കെ മുൻപകയുള്ള ആളുകൾ, ഈ ആർമികൾ രൂപാന്തരം പ്രാപിക്കുമല്ലോ, ഓരോ രാജാവിന്റെ കൂടി പോകും. അതായത് ഈ രാജാക്കന്മാരെ ആർമികളൊക്കെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് സത്യം. പിന്നെ അല്ല, നമുക്കിപ്പോ നമ്മളിത് ശീലിച്ച് തഴമ്പെടുത്ത ആളുകളായതുകൊണ്ട് അവരുടെ വാക്കുകൾ എന്ത് വരും. അപ്പം എന്തായാലും ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ പ്രതികരണം നടത്തിയാൽ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. സൺഡേ, നമസ്കാരം. നമസ്കാരം. ഏത് സിനിമ കണ്ടോണ്ടിരിക്കുന്ന? സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ. ചേട്ടൻ അഭിനയിച്ച സിനിമ നടികർ. അതെ, അപ്പൊ എന്നെ കണ്ടിട്ട് ഇറങ്ങിയാണല്ലോ അല്ലെ? ഇന്റർവെല് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ അല്ലെ. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ വിളിക്കാൻ കാരണം അഖിൽ മാരാറിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായതുകൊണ്ടാണ്, ചില സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റിന് ചില ആളുകളുടെ കൂടെ കിടക്ക പങ്കിട്ടുകൊണ്ടാണ് ബിഗ് ബോസിൽ കയറിയെന്നൊക്കെ പറയുന്നു. എന്താണ് കേട്ടപ്പോൾ തോന്നിയത്? സത്യം പറഞ്ഞാൽ ആദ്യം റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ടോപ്പിക്കാണ്. ബിക്കോസ് ഇതുപോലത്തെ ഉള്ള ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് റിയാക്ട് ചെയ്യാനാണ്? കാരണം അത് കേട്ടിട്ട് അതിലെ വാലെ പിടിക്കുന്ന കുറച്ചുപോലും ചിന്തിക്കാത്ത ഒരു വലിയ കമ്മ്യൂണിറ്റി ഞാൻ കണ്ടു. സോ അതിനിടയിലേക്ക് ഞാൻ ഇറങ്ങി ചെന്ന് ഒരു ഇരയാവണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ് മിണ്ടാണ്ടിരുന്നത്. ബട്ട് എന്താ പറയാ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും അവർ ചോദിക്കുന്നു എന്താ റിയാക്ട് ചെയ്യാത്തത്. അതുപോലെ എനിക്ക് മെസ്സേജ് വരുവാണ്, ചേച്ചിക്ക് എന്താ പറയാനുള്ളത്, ചേച്ചി അങ്ങനെ കടന്നിട്ടാണോ എന്നെ ചോദിക്കുന്നു ആൾക്കാര്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അത്യാവശ്യം നല്ല ഒരു സാലറി ഉള്ള ഒരു ജോലി വിട്ടിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഞാൻ പോയത് കാശിന് വേണ്ടിയിട്ടും വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ആ സമയത്ത് എനിക്കൊരു ചേഞ്ച് വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാളോട്, അങ്ങനെയുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്നെ കുറിച്ചല്ല പറഞ്ഞത്, പക്ഷെ എല്ലാരും കൂടെ ഒരുമിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ പറഞ്ഞത് ചിലരെന്നുള്ളത്. അത് ആരും ആകാം.
അപ്പൊ എനിക്കത് എന്താ പറയാ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. ആൾക്കാരും അതിനെ കുറിച്ച് ഉണ്ടാക്കുന്ന കമന്റ്സ് ഇല്ലേ, അവര് അസംഷൻസ് ആണ് ഓരോരുത്തർ പറയുന്നത്. ഇന്നവരായിരിക്കും എന്നെ മാത്രമല്ല കേട്ടത്, ഞാൻ വേറെ കുറെ ആൾക്കാരെ കേട്ടു. ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് പിറ്റി ഫോർ അവർ സെൽഫ്. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഒരു ഷോയിൽ പോയി എന്നതിന്റെ പേരില് ഞങ്ങൾ ഒരു സമയത്ത് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞൊന്ന് മനസ്സമാധാനം ഇരിക്കുമ്പോൾ അടുത്തത് വരുന്നു. ഇപ്പൊ റീസെന്റ്ലി ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പുള്ളിക്കാരന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാരെ വെളിപ്പെടുത്താൻ വന്നല്ലോ. ആ വെളിപ്പെടുത്തൽ ഒരു കുട്ടിയുടെ ഒരു വെളിപ്പെടുത്തൽ ഞാൻ കണ്ടു. ബ്രേവ് ഓഫ് ഹർ, അടിപൊളി. കുട്ടി വന്നു പറഞ്ഞു, ഒരു വിക്ടിം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനിടയ്ക്ക് കുട്ടി പറഞ്ഞു വേറൊരു ഒരു വ്യക്തി, കേറിയ വ്യക്തി എന്താ കെയർ ചെയ്ത് ചിലപ്പോ ആ കുട്ടി ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ചാൻസ് കിട്ടിയെന്ന്. ഈ കുട്ടിയും ചെയ്തത് മറ്റേ അഖിൽമാരുടെ പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ ഇറക്കി വിട്ടത്. ആരാ നമുക്ക് അറിയത്തില്ല. അത് പ്ലസ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണെങ്കിലും പിന്നെ പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പം ഞാനത് കുറച്ച് ബോൾഡായ പെൺകുട്ടി, ആ പെൺകുട്ടി കുറച്ച് ബോൾഡായ പെൺകുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഇതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല, ബോൾഡായി നിന്നു എന്ന് പറഞ്ഞു. ഇതിനകത്ത് കയറിയ ആൾക്കാരുകളെല്ലാം അവരുടെ താളത്തിൽ തുള്ളുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ വന്ന കുറെ കമന്റ്സ് ഉണ്ട്, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വിക്ടിം വരുമ്പോ വിക്ടിം ഒക്കെ വിക്ടിമായ കഥ പറ, അല്ലാണ്ട് ബാക്കി എല്ലാരെയും ജനറലൈസ് ചെയ്ത് പിന്നെയും ഇത് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു ഷോയിന്റെ ഭാഗമായി വെച്ചിട്ട് ഇത്രയ്ക്ക് അനുഭവിക്കാറുണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും ആരോപണം മാത്രം പോലെ അത് തെളിയിക്കാനും ആരോപിച്ചൊരു വ്യക്തതയാക്കേണ്ട കാര്യമാണ്. എനിക്ക് മനസ്സിലായി. ചിലപ്പം ഇപ്പോഴും അഖിൽമാരെ ഞാൻ ചേട്ടന് ഇന്റർവ്യൂ ഉണ്ട്, 3 പാർട്ടും ഞാൻ കണ്ടു. ചേട്ടൻ ചോദിച്ച ഒരു ഉത്തരത്തിനും അഖിലയുടെ മര്യാദക്ക് ഉത്തരം പറഞ്ഞാൽ എനിക്ക് ഒരു പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം സ്കിപ്പ് ചെയ്ത് പറയുന്ന പോലെയും അതിന് ചേരാത്ത ഉത്തരങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയാ, എനിക്കും അറിയാം ഇപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട് പറഞ്ഞ ഇരകൾക്ക് കംപ്ലൈന്റ് ഇല്ല. അവര് കംപ്ലൈന്റ് ആയിട്ടല്ല പുള്ളിക്കാരോട് പറഞ്ഞേന്ന്. കംപ്ലൈന്റ് ആയിട്ടല്ല പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞത്? ഇത് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് എത്ര ബാക്കി ചുമ്മാ അയാൾക്ക് എനിക്ക് തോന്നിയത് അഖിൽ ചേട്ടനെ ആളാകാൻ വേണ്ടിട്ട് ഈ ഒരു കഥ പറഞ്ഞപ്പോ ബാക്കി അതിൽ സഫർ ചെയ്ത കുറെ സ്ത്രീകളുണ്ട്, കുറെ പേരുണ്ട്, പോയവരൊക്കെ ഇത് സഫർ ചെയ്തു. ഞങ്ങളതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഷോയിൽ പോയതിന്റെ പേരില്. ആൾക്കാർ റാൻഡമായിട്ട് പുള്ളിക്കാരൻ ചെയ്യാൻ ഉദ്ദേശിച്ച നല്ല കാര്യം തന്നെ. എന്തുകൊണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞില്ല? അറിയണം, അങ്ങനത്തെ ആൾക്കാരുടെ പേര് പറ, അവരെ പിടിച്ച് പുറത്താക്കട്ടെ, നാട്ടുകാർ അറിയട്ടെ. ചെയ്ത് നല്ല കാര്യമൊന്നുമല്ലല്ലോ. അവരുടെ പേരും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. കുറച്ച് അവിടെ ഇവിടെയും എയറിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അല്ല, അവിടെയാണ് അലക്സാണ്ടർ ഏറ്റവും പ്രസക്തമായി ഇരയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ വേട്ടക്കാരന്റെ പേര് പറയുക. അതാണ് ആർജവം കാണിക്കേണ്ടത്. അതെ, അല്ല ഞാൻ റിനോഷിന്റെ ഒരു ഇത് കണ്ടു, എനിക്കും അതന്നെ പറയാനുള്ളൂ. ബിഗ് ബോസ് എന്ന ഷോയിലൂടെയാണ് എനിക്ക് അതിന് മുമ്പ് പുള്ളിക്കാരൻ താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ കാണാറുണ്ടായിരുന്നു ഇതും എന്താ പറയാ ചാനലിലുള്ള ന്യൂസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. എനിക്കത് വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല. പക്ഷെ ഇതിൽ പോയതിനു ശേഷം എനിക്ക് അയാളുടെ ഗെയിം കുറച്ചൊക്കെ എനിക്ക് എന്താ പറയാ ഫണ്ണി ആയി തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമ്മൾ അങ്ങനെ അയാളെ ഇഷ്ടപ്പെടാനുള്ള റീസൺ ബിഗ് ബോസ് ആണ്. ഇതെല്ലാം പുള്ളിക്കാരന് നമ്മള് എന്താ പറയാ ആൾക്കാരെ കുറച്ചും കൂടെ ഇഷ്ടപ്പെടാൻ കാരണം ബിഗ് ബോസ് ഇതാണ്. ആൾക്ക് ഇത്രയും ഷോയിന് ഇഷ്ടമല്ലെങ്കിൽ അത്രയ്ക്കും പിടിക്കത്തില്ലെങ്കിൽ കിട്ടിയ ആവശ്യം തിരിച്ചു കൊടുത്തത് അങ്ങനെയല്ല ചെയ്യുന്നത്, വലിച്ചെറിയും. എനിക്ക് നിങ്ങൾ ഇത്രയും പ്രത്യേക ഷോയിന്റെ എന്താ പറയാ ഡിന്നർ എന്നുള്ള പതിവ് എനിക്ക് വേണ്ട പോലെ കാശ് തിരിച്ചു കൊടുക്കാൻ പറ. അതല്ല, അതൊക്കെയല്ല ചെയ്യേണ്ടത്. വെറുതെ വന്നിരുന്നിട്ട് വേണ്ടത് കുറെ കമന്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ സഫർ ചെയ്യിക്കേണ്ടല്ലോ ചെയ്യേണ്ടത്. അതല്ല ഹീറോയിസം. തീർച്ചയായിട്ടും ആ ഹീറോയിസം കാണിക്കുമ്പോൾ എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നെ പോകുന്ന ഹീറോയിസമാണ് നമ്മളെല്ലാം പിന്തുണയ്ക്കാം. അല്ലാത്ത പക്ഷം വെറുതെ വെടിവെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ വെടിക്ക് ഒച്ച ഉണ്ടാവില്ല. അത് തന്നെയാണ് തെളിവ്. അതെ അതെ അതെ. എനിക്ക് ഞാൻ പറഞ്ഞേ ഇതിനകത്ത് ആ പെൺകുട്ടികൾ അറിഞ്ഞുകൊണ്ടാണ് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്നവർ അവരുടെ നാണം കെടുത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. തീർച്ചയായിട്ടും പോണോ വേണ്ടെന്നുള്ളത് അതെല്ലാവിടെ എല്ലാ ജോലിയുടെ മേഖലകളിലും ഉണ്ട്. നമ്മളെ ഹിറ്റ് ചെയ്യുന്ന നമ്മളെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. പോണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രതിസ്ഥാനത്തേക്കെങ്കിലും പറയണം. അതെ, അത് പറയണം. അതോടൊപ്പം പ്രതിസ്ഥാനത്ത് ഇരിക്കുന്നവരെ പറയണം. അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്തിലേക്ക് വന്ന് വിരൽ ചൂണ്ട ഏഷ്യാനെറ്റ് ഇവർക്കെതിരെ നടപടി ഉണ്ടാക്കണം. അതെ, അതും വേണം, ചെയ്യണം. അതെ അതെ. അപ്പോഴാണല്ലോ ഇതിന്റെ ഒരു അന്ത്യം ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യം മിണ്ടാൻ ഞങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാനാണെങ്കിൽ രഘുവിന് പറഞ്ഞു, രഘു നോക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുന്നു, ചോദിക്കുന്നു, ഫ്രണ്ട്സ് ചോദിക്കുന്നു, വീട്ടിൽ ചോദിക്കും. ഞാൻ കല്യാണം പോലെ കഴിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ എന്ത് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ എങ്ങനെ ഇതാക്കും? അല്ല പേടിയല്ല ഇങ്ങനെ പറയുമ്പോ ഇത്
എത്ര ആൾക്കാരെന്നറിയോ പുള്ളിക്കാരൻ പറഞ്ഞ് കേട്ടിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്. ഞങ്ങക്ക് നാളെ ഇറങ്ങിയ ആൾക്കാരൊക്കെ കാണണ്ടല്ലേ. എത്രയും കാലം ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ് തന്ന റെസ്പെക്റ്റോ സ്നേഹമോ ഒരു കുറയുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ വേറെ രീതി കാണുന്ന പോലെയൊക്കെ സംഭവിക്കാം. എനിക്ക് അങ്ങനെ ചെറിയ തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഞാൻ അതിനല്ല ഷോയിൽ പോയത്. ഇത്രയും കഷ്ടപ്പെട്ട ഷോയ്ക്ക് എന്നുള്ള ട്രോമ പിന്നെ പുള്ളി എന്നെ കൈ പുറത്തേക്ക് വന്നതും വീണ്ടും അങ്ങനെ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. അത്രേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് സിനിമ കണ്ടുകൊണ്ട് ഇടയിൽ പ്രതികരിച്ചാൽ ഒത്തിരി നന്ദി. സിനിമ പൂർണ്ണമായി കാണുക. നല്ല നല്ല സിനിമകൾ വരുന്നു. സിനിമകൾ വിജയിക്കുന്ന കാലഘട്ടമാണ്. അതിന്റെ ഇടയിൽ ഹൈദരാലിന്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്തു. അതാണ്ടായത്. ശരി, ഓക്കെ. ഇല്ല, ഞാൻ പറഞ്ഞ അലസാൻഡ്രയൊക്കെ കൃത്യമായിട്ട് അലസാൻഡ്ര പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ സ്ത്രീകളുടെ രക്ഷകനൊന്നുമല്ല. പക്ഷെ എന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോ ഇപ്പൊ മഞ്ജു പത്രോസ് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അവർ പറഞ്ഞിട്ടില്ല ഞാനൊരു പ്രതികരണം ഇട്ടാൽ എന്റെ താഴെ വരുന്ന കമന്റുകളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. കാരണം മഞ്ജു പത്രോസിനെയൊക്കെ അങ്ങനെയാണ് സീസൺ 2 ചില ആളുകള് പുറത്തേക്ക് പോർട്രേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അവരൊക്കെ ഒരു കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനെ നമുക്കറിയാം. ഞാൻ പേഴ്സണലി അറിയുന്ന ആളാണ്. അലസാൻഡ്ര എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഒരാണെന്ന പരിഗണന എനിക്ക് തന്നേക്ക്. ഞാൻ ജോലി രാജിവെച്ച് വന്ന ആളാണ്. അലസാൻഡ്ര ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് വന്നതാണ്. അവരൊരു സെലിബ്രിറ്റി അല്ല. അലസാൻഡ്ര അങ്ങനത്തെ ഒരു കാര്യം അനുഭവിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ മഞ്ജു പത്രോസും അലസാൻഡ്രയും പറഞ്ഞതിലെ ഒരു സമ്മറൈസ് ആണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സുഖലോലുപതി അനുഭവിച്ച് അവിടെ നിന്ന് നിങ്ങൾ പ്രശസ്തനുമായി പുറത്തു വന്ന ശേഷം നിങ്ങൾ ഈ പറയുന്ന എല്ലാവരെയും കുരുതി കൊടുക്കണ പണിയെടുക്കരുത്. നല്ല കാര്യമാണ്. ഇപ്പോഴും പറയുന്നത് ഈ നല്ല കാര്യം എന്ന് പറയുന്നത് പുള്ളി ഉന്നയിച്ച ആരോപണത്തിന്റെ അന്തർസത്ത മാത്രമാണ്. അതിന്റെ വലിപ്പത്തിലേക്ക് പുള്ളി കടക്കണം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പുള്ളി പൊതുമാപ്പ് പറഞ്ഞേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഇന്ന് വിളിച്ചതിൽ ഒരാളും നമ്മൾ പ്ലാൻ ചെയ്ത് വിളിച്ചോന്നല്ല. നിങ്ങൾ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത് അല്ലെ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് രഘു എന്ന് പറഞ്ഞ വ്യക്തി വിട്ടേക്ക്. ഹൈദർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പൊ ഇരുന്ന് ബോധ്യപ്പെട്ട കാര്യം എന്താ, സീസൺ 2 2020 മത്സരിച്ച ആളുകൾക്കാണ് ഇപ്പോഴും കമന്റ്. നിങ്ങൾ ഈ 6ാമത്തെ സീസൺ ഇറങ്ങാൻ പോകുന്ന സ്ത്രീകൾ അവരനുഭവിക്കാൻ പോകുന്നതിന്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അലസാൻഡ്രയും ആര്യയും അല്ലെങ്കിൽ മഞ്ജു പത്രോസ് ഒക്കെ പറയുന്നത്. നിങ്ങൾ അവരനുഭവിക്കാൻ പോകുന്നത് ഈ സമൂഹത്തിൽ കാണാൻ പോകുന്നത് ഇതിലും വലുതാണ്. ഇവിടെ ബിഗ് ബോസ് റിവ്യൂ നടത്തി നശിപ്പിക്കുന്ന യൂട്യൂബുകാരുണ്ട്. ഞാൻ ചാനലുകളെ അല്ല പറയുന്നത്. ഒരു വിവരം അതിനെ കുറിച്ചില്ല. ഞാൻ ഉള്ളിന്ന് അറിഞ്ഞു, മറ്റവൻ ഇപ്പൊ കേറി അവിടെ നിന്ന് ഇറങ്ങി. ഇത് വെച്ച് കാശുണ്ടാക്കുന്നവർ ഇതിനെ കത്തിക്കും. അവർക്കൊക്കെ വ്യക്തി താല്പര്യങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ത് മോശം ചെയ്താലും കുഴപ്പമില്ല. അവരാണ് സദാചാരക്കുരുവിടെ ഏറ്റവും കൂടുതൽ പൊട്ടിക്കുന്നത്. പബ്ലിക്കിലേക്ക് ഫീഡ് ചെയ്യുക. ആളുകൾ എല്ലാവരും ഹോട്ട്സ്റ്റാർ മാത്രം കണ്ടല്ല ബിഗ് ബോസ് അനലൈസ് ചെയ്യുന്നത്. ശരിക്കും ഹോട്ട്സ്റ്റാർ കണ്ടാണ് അനലൈസ് ചെയ്യേണ്ടത്. പക്ഷെ ആളുകളോട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഹോട്ട്സ്റ്റാർ മാത്രമേ കാണാവൂ. അപ്പൊ ഈ യൂട്യൂബിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്ന എല്ലാം വിശ്വസിക്കരുത്. എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളതാണ്. എന്ത് പബ്ലിക്കിനോട് പറഞ്ഞിട്ട് കാര്യം. ഈ ഇന്റർവ്യൂ പുറത്തു പോകുന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്നില്ല, ഞാൻ എൻജോയ് ചെയ്യും. എനിക്കറിയാം എന്താ സംഭവിക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാവും. ഒളിഞ്ഞിരുന്നു ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും നമുക്ക് വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഒന്ന് പറഞ്ഞാൽ അടുത്തത് മാറ്റി പറയില്ല. എന്റെ പേര് അഖിൽ മാരാർന്നല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അഖിൽ മാരാർ അപ്പ പറഞ്ഞ് പിന്നെ സീസൺ 5 ഇപ്പൊ മഞ്ജു പറഞ്ഞു കേട്ടില്ലേ, പുള്ളിയുടെ സീസണെ വെളുപ്പിച്ച്. അതാണോ പുള്ളി ചെയ്യേണ്ടിയിരുന്നത്? അല്ലല്ലോ. ആർക്കാണ് അനുഭവം ഉണ്ടായ ആളുടെ പേര് പറയാൻ പാടാണെങ്കിൽ ആ വേട്ടക്കാരന്റെ പേര് പറയുക. അങ്ങനെ മാത്രമേ ഈ പ്രശ്നം തീരുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ചർച്ചയ്ക്ക് കൊണ്ടുവരും. ഞാൻ എന്തായാലും ഇതിന്റെ ഒരു അന്ത്യം കാണുന്നവരെ പോരാടാൻ തീരുമാനിച്ചു. കാരണം അഖിൽമാരാരുമായിട്ട് എനിക്ക് നല്ല സുഹൃത്ത് ബന്ധമാണ്. രഘുവായിട്ട് സുഹൃത്ത്, എനിക്ക് ഈ പല സീസണുകളായിട്ട് സുഹൃത്ത് ബന്ധമുണ്ട്. അഖിൽമാരാർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആർജവത്തോടെ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. പക്ഷെ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു ചങ്കുറ്റത്തോടു കൂടി വന്നത് അഖിൽമാരാറാണ്. പക്ഷെ അഖിൽമാരാർ തെളിയിക്കാൻ ഉള്ള ബാധ്യതയുണ്ട്. അഖിൽമാർ ഇന്നൊരു വീഡിയോ ഉണ്ട്, അത് ഏഷ്യാനെറ്റിന് അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് അഖിൽമാരാർ പറഞ്ഞു. എന്റെ അറിവിൽ എനിക്ക് അറിവായിട്ടില്ല. അതിന്റെ തെളിവ് വന്നാൽ നമ്മളത് പ്രേക്ഷകർ എത്തിക്കും. എന്തായാലും രഘു ഈ സമയത്ത് റനീഷ നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. നമ്മൾ നിർത്താൻ പോയപ്പം റനീഷ ഏക്കാലും എനിക്ക് ഈ സമയത്ത് കിട്ടിയല്ലോ. എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പം റനീഷ വലിയ രീതിയിൽ വിവാദമുണ്ടായ റനീഷയ്ക്കൊക്കെ വലിയ കമന്റുകൾ വന്നു. വളരെ മോശം പ്രവണതയായിട്ടുണ്ട്. അഖിൽമാരാന്റെ ഒരു വെളിപ്പെടുത്തലാണ്. റനീഷ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പുള്ളിക്ക് അറിയുന്നത് അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കാവുന്ന ഒരു കാര്യമാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ ലൈവില്, അഖിലേട്ടന്റെ ലൈവില് ആ ഒരു പേര് സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് നമുക്ക് പലരുടെയും എന്താ പറയാ
പറയാ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട്, അതായത് പുള്ളി പേര് എടുത്തു പറയാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോയ പല കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടസ്റ്റൻസിന് നേരിട്ട് ലേഡി കണ്ടസ്റ്റൻസിന് നേരിട്ട കാര്യങ്ങളെ കുറിച്ചാണ് പുള്ളി ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും ഡൗട്ട്ഫുള്ളോടുകൂടി നമ്മളെ നോക്കാൻ തുടങ്ങി. പലരും എന്തോ ഒന്നും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും സ്ഥാപിക്കാൻ തുടങ്ങി. അത് ഇന്നവരെ കുറിച്ചായിരിക്കും. അങ്ങനെ ഒരു 2-3 വോയിസ് നോട്ട് എനിക്കെതിരെ ഉണ്ടായിരുന്നു. സോ അതിനാണ് ഞാൻ പ്രതികരിച്ചിരുന്നത്. ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ടാണ് പിന്നീട് അത് വന്നത്. പക്ഷെ പിന്നീടുള്ള നമ്മൾ ഇത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അഖിലേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇതൊരു ക്ലാരിറ്റി ഇല്ലാതെ സംസാരിച്ചുകൊണ്ട് പേര് സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത്, അത് വിക്ടിമായ ഒരാളുടെ പേര് എങ്ങനെയാണോ പറയാൻ സാധിക്കുക, അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പുള്ളി പറയുന്ന ഒരു കാര്യങ്ങൾ അത് ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിമായ ഒരാളുടെ പേര് പറയാൻ തീർച്ചയായിട്ടും അവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അഖിലേട്ടനും അത് താല്പര്യം ഉണ്ടാവില്ല. അത് പറയുന്നതും ശരിയല്ല. പക്ഷെ പ്രസന്റ് ചെയ്തത് കുറച്ചുകൂടെ ഒരു വ്യക്തി എന്താ പറയാ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ വരുത്തിച്ചാണെങ്കിൽ പലർക്കും ഇതുപോലെയുള്ള തെറ്റായ പ്രസ്താവനകൾ കേൾക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പം മറ്റേ പ്രതികളുണ്ടല്ലോ, അവരുടെ പേരെങ്കിലും പറയാമല്ലോ അഖിലിന്. അത് പറയാം. പക്ഷെ അത് പുള്ളി പറയുന്നത് ആദ്യത്തെ ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ പേര് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പേര് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, അല്ല അത് നിങ്ങളോട് കാണിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതൊരു സാധാരണക്കാരില് ആ ഒരു പേര് എത്തിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. പക്ഷെ പിന്നീട് ഒരു ലൈവില് അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് തക്കതായ ഒരു ആക്ഷൻ ചെറിയ രീതിയാണെങ്കിൽ പോലും ഏഷ്യനെറ്റിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ പറഞ്ഞ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിന് ഒരു മെയിൻ കാരണം പിന്തുണച്ച ആൾക്കാരാണ്. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള വേറൊരു വീഡിയോയും കൂടെ ആള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിഞ്ഞൂടാ, ഇതില് നമുക്ക് യാതൊരു വിധത്തിലുള്ള കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ. ഉണ്ടാവണം, അതുകൊണ്ടായിരുന്നല്ലോ അത്രയും ധൈര്യപൂർവ്വം ആ ഒരു ലൈവിൽ വന്ന് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും റനീഷ ഒരു കാര്യമുള്ളൂ, പറയുമ്പോൾ അത് ആരാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ, ആ സ്ത്രീകളുടെ കുടുംബം അല്ലെങ്കിൽ ആ സ്ത്രീകളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒത്തിരി ആളുകൾ, അവർക്കെല്ലാം വേദന ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് പറയുമ്പോൾ ആ വ്യക്തത കൂടി പറയും, അതാണ് വേണ്ടത്. അതെ. കാരണം കാര്യം അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഓരോ സ്ത്രീയോ അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളോ എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ സ്ത്രീകളോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ആ ഒരു വീഡിയോ കാണുന്ന പലരും അത് കേട്ട പാതി കേൾക്കാത്ത പാതി കാള വെച്ചൊന്ന് പറയുമ്പോഴേക്കും കയറെടുക്കുന്ന ടൈപ്പില് അത് പറയുന്നത് എല്ലാ സ്ത്രീകളെയും ആണ് എന്നുള്ള രീതിയിൽ ഓരോരുത്തരെ വന്ന് സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് ചിലപ്പോ കേൾവിക്കാരുടെ തെറ്റും ആവാം. അതെ. അത് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞില്ല. പക്ഷെ അത് മാത്രമല്ല, കേൾക്കുന്നവരത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ പുള്ളി എന്താണ് പറയുന്നതെന്നുള്ളത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാതെ പുള്ളി പറയുന്നത് എല്ലാവരെയാണെന്ന് ഉദ്ദേശിച്ച് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസും ഉണ്ട്. സോ അതിലും ഒരു തെറ്റുണ്ട്. അപ്പം എന്തായാലും റനീഷ നമുക്ക് കാത്തിരിക്കാം ഇതെങ്ങനെ. അതെ, സത്യം എന്തായാലും വെളിയിൽ വരട്ടെ. സത്യം വെളിയിൽ വരണം. എന്തായാലും സിനിമ കാണാൻ കയറിയാണ്, സിനിമ കാണുക, തുടരുക. കഴിഞ്ഞപ്പോഴേ ഞാന് മറ്റേ കോളുടെ കാര്യം കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഇതിന് എവിടെ ഉണ്ടാവും. ആവട്ടെ, സത്യം എപ്പോഴായാലും വിജയിക്കട്ടെ. കുറച്ച് ലേറ്റ് ആയാലും അതിന് നന്മകൾ വരട്ടെ, അല്ലെങ്കിൽ അതിൽ അനുഭവിക്കപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ നീതി കിട്ടുകയാണെങ്കിൽ കിട്ടണം. തീർച്ചയായിട്ടും.